അമേരിക്കൻ പൗരത്വമുള്ള ഇന്ത്യൻ സ്ലൊവേനിയൻ വംശജയായ ബഹിരാകാശ യാത്രികയാണ് സുനിത വില്യംസ്. ദീപക് പാണ്ഡ്യയുടെയും ബോണി പാണ്ഡ്യയുടെയും മകളായ സുനിത 1965 സെപ്റ്റംബർ 19 ഒഹേവയിലെ യുക്ലിഡിയയിലാണ് ജനിച്ചത്. അമേരിക്കൻ പൗരത്വമുള്ള സുനിത പിതാവിലൂടെയും മാതാവിലൂടെയും യഥാക്രമം ഇന്ത്യൻ സ്ലൊവേനിയൻ വംശപാരമ്പര്യം പിന്തുടരുന്നു. ബഹിരാകാശ യാത്രയ്ക്ക് നാസ തിരഞ്ഞെടുക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വംശജയാണ് സുനിത വില്യംസ്. ആദ്യത്തേത് കൽപ്പന ചൗളയായിരുന്നു. സുനിത വില്യംസ് എന്ന പോലീസ് ഓഫീസറെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. നീതം ഹൈസ്കൂളിൽ നിന്നും 1983 പഠിച്ചിറങ്ങിയ സുനിത 1987 ഫിസിക്കൽ സയൻസിൽ ബാച്ചിലർ ഓഫ് സയൻസ് ബിരുദം എടുത്തു. 1995 ഫ്ലോറിഡ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നും മാസ്റ്റർ ഓഫ് സയൻസ് ബിരുദവും നേടി. 1998 ജൂൺ മാസത്തിൽ സുനിത വില്യംസ് നാസയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ആഗസ്റ്റ് മാസത്തിൽ പരിശീലനം തുടങ്ങുകയും ചെയ്തു. അമേരിക്കയിലും റഷ്യയിലുമായി നിരവധി പരിശീലനങ്ങൾ അവർ ഏർപ്പെട്ടു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ പ്രവർത്തനങ്ങളിൽ നേരിട്ടിടപെട്ടു. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം നടന്ന വനിത എന്ന ബഹുമതി കരസ്ഥമാക്കി. 2002 നീമോ 2 ദൗത്യത്തിൽ അംഗമായി. സമുദ്രാടിത്തട്ടിലെ ആവാസ വ്യവസ്ഥയെക്കുറിച്ച് പഠിക്കാനുള്ള ദൗത്യമായിരുന്നു നീമോ 2. 2008 നാസയുടെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് ആസ്ട്രോനോട്ടിക്സ് ഓഫീസിലേക്ക് സുനിതയുടെ പ്രവർത്തന മണ്ഡലം മാറി. 2007 ഏപ്രിൽ 16 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ത്രെഡ്മില്ലിൽ ഓടിക്കൊണ്ട് അവർ 2007 ബോസ്റ്റൺ മാരത്തോണിൽ പങ്കെടുത്തു. 4 മണിക്കൂറും 24 മിനിറ്റുമാണ് അവർ അവിടെ ഓടിത്തീർത്തത്. അങ്ങനെ ആദ്യമായി ബഹിരാകാശത്തു കൂടി ഭൂമിയെ വലം വെച്ചുകൊണ്ട് മാരത്തോൺ മത്സരത്തിൽ പങ്കെടുത്ത ആദ്യത്തെ വ്യക്തിയായി സുനിത വില്യംസ്. 2008 ബോസ്റ്റോണിൽ വെച്ച് നടന്ന മാരത്തോണിൽ ഇവർ ശരിക്കും പങ്കെടുത്തു. 2007 സുനിത വില്യംസ് ഇന്ത്യയിലെത്തുകയും സബർമതി ആശ്രമവും ഗുജറാത്തിലെ അവരുടെ പിതാവിൻ്റെ ജന്മഗ്രാമവും സന്ദർശിക്കുകയും ചെയ്തു. ഈ സന്ദർശന വേളയിൽ വേൾഡ് ഗുജറാത്തി സൊസൈറ്റി അവർക്ക് സർദാർ വല്ലഭായ് പട്ടേൽ വിശ്വപ്രതിഭ അവാർഡ് നൽകുകയും ഉണ്ടായി. 2007 ഒക്ടോബർ 4 അമേരിക്കൻ എംബസി സ്കൂളിൽ പ്രഭാഷണം നടത്തുകയും ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. 9 മാസമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുന്ന നാസയുടെ ബഹിരാകാശ യാത്രക്കാരായ സുനിത വില്യംസിനെയും ബൂച്ച് വിൽമോറിനെയും തിരികെ കൊണ്ടുവരാനുള്ള ദൗത്യം സ്പേസ് എക്സും നാസയും വിക്ഷേപിച്ചു. 2024 ജൂൺ 5 ബോയിങ്ങിൻ്റെ സ്റ്റാർലൈനർ പേടകത്തിൽ സുനിതയും വിൽമോറും പുറപ്പെട്ടത്. ബോയിങ്ങിൻ്റെ മനുഷ്യനെയും കൊണ്ടുള്ള പരീക്ഷണം ബഹിരാകാശ ദൗത്യമായിരുന്നു ഇത്. സുനിതയും വിൽമോറും തിരിച്ചു വരാൻ ഉദ്ദേശിച്ചിരുന്നത് 2024 ജൂൺ 14 എങ്കിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയിട്ട് 286 ദിവസമാകുന്നു. പോയത് 8 ദിവസത്തെ ഗവേഷണത്തിനാണെങ്കിൽ കൂടി സ്റ്റാർലൈനർ പേടകത്തിലുണ്ടായ ഹീലിയം ചോർച്ചയും ത്രസ്റ്ററുകളുടെ തകരാറും മടക്കം വൈകിച്ചു. ക്രൂ 10 ദൗത്യ സംഘം എത്തുന്നതോടെ സുനിത വില്യംസും ബൂച്ച് വിൽമോറും അടങ്ങുന്ന ക്രൂ 9 സംഘം മാർച്ച് 19 ഭൂമിയിലേക്ക് തിരിക്കുമെന്നാണ് നാസ അറിയിച്ചത്. സുനിത വില്യംസിൻ്റെ വിജയകരമായ തിരിച്ചുവരവിനായി നമുക്ക് കാത്തിരിക്കാം. താങ്ക്